കോൺഗ്രസുകാരുടെ മാണി വിരോധം മുതലാക്കി കാപ്പൻ. നഷ്ടം സംഭവിക്കുന്നത് കോൺഗ്രസ് നേതാക്കൾക്ക് മാത്രം. കാലങ്ങളായി പാലായിലെ കോൺഗ്രസുകാരുടെ ശത്രുവാണ് കെ മാണിയും അദ്ദേഹത്തിന്റെ പാർട്ടിയായ കേരള കോൺഗ്രസ് എമ്മും. ആങ്ങള ചത്താലും വേണ്ടില്ല നാത്തൂന്റെ കണ്ണീര് കണ്ടാൽ മതി എന്ന പഴഞ്ചൊല്ല് പോലെയാണ് പാലായിലെ കോൺഗ്രസുകാരുടെ കാര്യം. കൈപ്പത്തി ചിഹ്നത്തിൽ തങ്ങൾക്ക് മത്സരിക്കാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, കേരള കോൺഗ്രസ് എമ്മും ജോസ് കെ മാണിയും തോറ്റു കണ്ടാൽ മതി, അതുമാത്രമാണ് കോൺഗ്രസുകാരുടെ ആഗ്രഹം. കോൺഗ്രസ് നേതാവായിരുന്ന എം ജേക്കബിനെ പരാജയപ്പെടുത്തിയ അന്ന് മുതൽ തുടങ്ങിയതാണ് കേരള കോൺഗ്രസിനോടും കെ എം മാണിയോടും അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരോടുമുള്ള കോൺഗ്രസിന്റെ ശത്രുത. ഏതാണ്ട് 10-40 വർഷക്കാലം കേരള കോൺഗ്രസ് UDFന്റെ ഭാഗമായിരുന്നതിനാൽ കോൺഗ്രസിന് പാലായിൽ മത്സരിക്കാൻ സീറ്റ് കിട്ടിയിരുന്നില്ല. മണ്ഡലം ഉണ്ടായ കാലം മുതൽ ഏത് തിരഞ്ഞെടുപ്പ് വന്നാലും ഒരു വശത്തെ സ്ഥാനാർത്ഥി കേരള കോൺഗ്രസ് എമ്മുകാരനായിരിക്കും, മറുവശത്ത് ഒരു മാണി വിരോധിയും. അതായത് ചുരുക്കം പറഞ്ഞാൽ പാലായിൽ 2 തരം പാർട്ടിക്കാർ മാത്രമാണുള്ളത്. ഒന്ന് മാണി അനുകൂലികളും മറ്റൊന്ന് മാണി വിരോധികളും. കഴിഞ്ഞ 3-4 തിരഞ്ഞെടുപ്പുകളിൽ മാണി വിരോധിയായിട്ടാണ് കാപ്പൻ മത്സരിച്ചത്. പാലായിലെ കോൺഗ്രസ്കാർക്ക് ഇക്കാലവും വേണ്ടത് ഒരു മാണി വിരോധിയെ മാത്രമാണ്. അതിനാലാണ് കോൺഗ്രസ് പാർട്ടിക്ക് മത്സരിക്കാനുള്ള അവസരം ലഭിച്ചിട്ടും അവർ മത്സരിക്കാത്തത്. ഈ തിരഞ്ഞെടുപ്പിൽ പാലായിൽ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കാനുള്ള സുവർണ അവസരമാണ് കോൺഗ്രസ് നേതാക്കൾ കളഞ്ഞുകുളിച്ചത്. 5 വർഷങ്ങൾക്ക് മുൻപ് നടന്ന തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതാക്കൾ കുറച്ചുകൂടി വിവേകത്തോടെ ചിന്തിച്ച് വോട്ട് ചെയ്യണമായിരുന്നു. 2021 തിരഞ്ഞെടുപ്പിൽ കാപ്പനെ തോപ്പിച്ചിരുന്നുവെങ്കിൽ ഈ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കാൻ അവസരം ലഭിക്കുമായിരുന്നു. എങ്കിൽ ഇന്ന് ജോസഫ് വാഴക്കൻ ഏറ്റുമാനൂരും കാഞ്ഞിരപ്പള്ളിയുമൊക്കെ സീറ്റ് അന്വേഷിച്ചു പോകേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. സ്വന്തം തട്ടകത്തിൽ മത്സരിക്കാനുള്ള അവസരമാണ് ജോസഫ് വാഴക്കൻ ഇപ്രാവശ്യം കളഞ്ഞു കുളിച്ചത്. കാപ്പൻ ഇപ്പോൾ പറയുന്നുണ്ട് ഇത് തന്റെ അവസാന മത്സരമാണെന്ന്. എന്നാൽ അതൊരു തന്ത്രത്തിന്റെ ഭാഗമാണ്. ഇപ്രാവശ്യം ജയം വിഷമമാണെന്ന് മനസ്സിലാക്കിയ കാപ്പൻ എങ്ങനെയെങ്കിലും ഒരു സഹതാപ തരക്കമുണ്ടാക്കി ജയിക്കാൻ പറ്റുമോ എന്ന തന്ത്രത്തിന്റെ ഭാഗമാണിത്. 2031 തിരഞ്ഞെടുപ്പിൽ പാലായിൽ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കാനുള്ള അവസരം പാലാ മണ്ഡലത്തിലെ ഒരു കോൺഗ്രസ് നേതാവിന് ലഭിക്കാൻ ഓരോ കോൺഗ്രസുകാരനും ആലോചിച്ച് വോട്ട് ചെയ്യണം. പാലായിൽ തന്നെ ജോസഫ് വാഴക്കൻ, ബിജു പുന്നന്താനം തുടങ്ങിയ പ്രഗത്ഭരായ കോൺഗ്രസ് നേതാക്കളുണ്ട്. അവർക്ക് സ്വന്തം നാടായ പാലായിൽ തന്നെ മത്സരിക്കാൻ സാധിക്കും. പാലായിൽ ഇത്രയും നേതാക്കളുള്ളപ്പോൾ പുറത്തുനിന്ന് ആരും മത്സരിക്കാൻ വരികയുമില്ല. എന്നാൽ എല്ലാം ഇരിക്കുന്നത് പാലായിലെ കോൺഗ്രസുകാരുടെ കൈകളിലാണ്. ഒരു കുടുംബത്തോടുള്ള വ്യക്തി വൈരാഗ്യം തീർക്കാൻ വേണ്ടി കാപ്പന്റെ പുറകെ നടക്കുമ്പോൾ ജില്ലയിൽ പാർട്ടി തന്നെയാണ് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കി പ്രവർത്തിച്ചില്ലെങ്കിൽ അത് കോൺഗ്രസ് പ്രസ്ഥാനത്തോട് തന്നെ കാണിക്കുന്ന നീതികേടായിരിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല.